ഓക്കെ, ഇക്വിസിറ്റം റീപ്രൊഡക്ഷൻ. ഇതിലും നോക്കിക്കേ, ആ റിഡ്ജസും ഫറോസും ഒക്കെ കാണാം, സ്കെയിൽ ലീവ്സും ഒക്കെ കണ്ടല്ലോ ഇല്ലേ? ഫസ്റ്റ് പാർട്ട് മനസ്സിലായി കാണുമല്ലോ. Reproduction, vegetative and reproduction by spores. Vegetative reproduction takes place by means of tubers which are formed on the nodes of the rhizome. And these tubers either detaches from the rhizome and develops into a new sporophytic plant, or ആ റൈസോമിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരു പുതിയ പ്ലാന്റായിട്ട് തന്നെ അത് ഒരു പക്ഷേ വളർന്നിരിക്കും. ഇനി റീപ്രൊഡക്ഷൻ ബൈ സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ സ്പൊറാഞ്ചിയ, and the sporangia are born on the sporangiophores, and these sporangiophores are aggregated into a compact structure called strobilus or cone or sporangiferous spike that is terminal in position in the fertile branch. അത് ഈ ഫോട്ടോയിൽ നോക്കിയാൽ കാണാം, ടെർമിനൽ പൊസിഷനിൽ സ്പൈക്ക് അല്ലെ സ്ട്രോബൈലസ് കാണാം. ഇനി മറ്റ് സ്പീഷീസിലെങ്കിലും ഇല്ലാത്ത പ്രത്യേകതകളാണ് ഇതിൽ വീണ്ടും കാണാൻ പോകുന്നത്. സൈലോട്ടത്തിലാണെങ്കിൽ ദ സ്പോർ പ്രൊഡ്യൂസിങ് ഓർഗൻ ഇസ് ദ സിനാൻജിയം, ഇറ്റ് ഈസ് എ ട്രൈലോബ്ഡ് സ്ട്രക്ചർ. ഇനി സെലാജിനെല്ലായിലാണെങ്കിൽ കോൺ അല്ലെ സ്ട്രോബൈലസ് ആയിരുന്നത് സ്പൊറോഫിൽസ് ആർ അഗ്രിഗേറ്റഡ് ടുഗദർ ടു ഫോം എ സ്പൈക്ക് ഓർ കോൺ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ലീഫി ഷൂട്ട് ഇല്ലേ? ഇതിൽ പക്ഷേ പ്രത്യേകത നിങ്ങൾക്ക് സ്പൊറോഫിൽ എന്ന് മാറ്റി ഒരു സ്പൊറാഞ്ചിയോഫോർ എന്നുള്ള ഒരു വാക്ക് കാണുന്നു. ആ സ്പൊറാഞ്ചിയോഫോർ എല്ലാം കൂടെ കോമ്പാക്റ്റ് സ്പൊറാഞ്ചിയോഫോറയിലാണ് സ്പൊറാഞ്ചിയ കാണുന്നത്. അത് ഒരു കോമൺ ആക്സിസിൽ ഇങ്ങനെ ചേർന്നിരുന്നിട്ട് സ്ട്രോബൈലസ് ആയിട്ട് മാറുന്നു. അതെങ്ങനെയാണെന്ന് അടുത്ത നോക്കി മനസ്സിലാക്കാം. സ്ട്രോബൈലസ് കമ്പോസ്ഡ് ഓഫ് ആൻ ആക്സിസ് with whorls of sporangiophore. Each sporangiophore is a stalked structure bearing a hexagonal peltate disc at the distal end. അപ്പോഴേ ഈ വലതുവശത്ത് ഏറ്റവും മുകളിലുള്ള ഫോട്ടോ ഒന്ന് നോക്കിക്കേ, അത് ഇക്വിസിറ്റം സ്ട്രോബൈലസ് എഴുതിയിട്ടുണ്ട്. സ്പൊറാഞ്ചിയോഫോർ എന്ന് മാർക്ക് ചെയ്തിങ്ങനെ ഒരു പോർഷൻ കണ്ടു ഇല്ലേ? അപ്പം ഇതൊരു ഏരിയൽ ഷൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഷൂട്ടിൻ്റെ ബേസൽ പോർഷൻ കാണാം. ആ ബേസൽ പോർഷൻ വന്ന് തീരുന്ന ആ പോർഷന് പറയുന്ന പേരാണ്, ആ സ്കെയിൽ ലീവ്സിൻ്റെ ആ പോർഷനിൽ നിന്നാണ് വരുന്നത്. ഇനി അതവിടെ അനുലസ് ആയിട്ട് മാറിയിരിക്കുക, അത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷനായിട്ട് ആയിട്ട് ചെയ്യും. സ്പൊറാഞ്ചിയോഫോറിൻ്റെ അല്ലെ സ്ട്രോബൈലസിൻ്റെ ബേസൽ പോർഷനിൽ കാണുന്ന റിംഗ് ഓഫ് ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് അനുലസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ സ്പൊറാഞ്ചിയോഫോർ സ്ട്രോബൈലസ് ഒന്ന് നോക്കി ഹെക്സഗോണൽ സ്ട്രക്ചർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പിന്നെ നമ്മുടെ ചക്കയില്ലേ, ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാമല്ലോ, ചക്ക ഇങ്ങനെ എല്ലസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് കൂഞ്ഞെന്നാണ് പറയുന്നത്, ആ നടുക്കുള്ള സാധനം ഇല്ലേ? അതേലിങ്ങനെ ചുള അറ്റാച്ച് ചെയ്തേക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം എന്നിട്ട് നമ്മളതിങ്ങനെ ചെത്തി കഴിയുന്നുണ്ട്, ഔട്ടർ കവറെല്ലാം കളഞ്ഞേച്ച് ആ പച്ച കളറുള്ള മുള്ളെല്ലാം ചെത്തി ശരിക്കങ്ങ് കളഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ആ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച്, നടുക്ക് കുഞ്ഞും അതേലിങ്ങനെ ചുള ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇല്ലേ? അപ്പോൾ ആ ചുളയുടെ ഒരു പ്രത്യേക ഷേപ്പായിരിക്കും നമ്മൾ ഔട്ടറിലായിട്ട് കാണുന്നത്. അതേപോലെക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്തേ, പക്ഷേ ഇത് മൈന്യൂട്ട് സ്ട്രക്ചർ, അത് ഓർമ്മ വേണം. ഇനി അല്ലെങ്കിൽ ഒരു പെൽറ്റേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണിയില്ലേ, നെയിൽ ആണി പെൽറ്റേറ്റ, അതിനൊരു ചെറിയ ഒരു സ്റ്റോക്കും പിന്നെ അതിനൊരു ബോഡിയുണ്ട് വട്ടത്തിലിരിക്കുന്നത്. അങ്ങനെ വട്ടത്തിലിരിക്കുന്ന അല്ലെ ഹെക്സഗോണൽ ഷേപ്പിൻ്റെ ഉള്ള ഒരു സാധനത്തിൻ്റെ നടുക്ക് വന്ന് സ്റ്റോക്ക് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് പെൽറ്റേറ്റ് ലീഫ് അല്ലെ പെൽറ്റേറ്റ് അറേഞ്ച്മെൻറ്റ്. അങ്ങനെ ചെറിയ ചെറിയ ആണി പോലത്തെ സാധനങ്ങൾ, ആ ആണിയുടെ ചുറ്റുപാട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തൂക്കിയിട്ടാൽ എങ്ങനെയാണോ അങ്ങനെയാണ് ഒരു സ്പൊറാഞ്ചിയോഫോർ വിത്ത് എ പെൽറ്റേറ്റഡ് ഡിസ്ക് ആൻഡ് സ്പൊറാഞ്ചിയ ആർ ഹാങ്ങിങ് ഓൺ ഇറ്റ്സ് മാർജിൻ. ആണ്ട് എ എന്ന് പറഞ്ഞിരിക്കുന്ന പടം നോക്കിക്കേ, അത് ഒരു ചെറിയ ഓലക്കുട പോലത്തെ ഒരു സാധനം, ഒരു സ്റ്റോക്കും ഒരു പെൽറ്റേറ്റ് ഡിസ്കും, ആ ഡിസ്കിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ സ്പൊറാഞ്ചിയ അതിനെ ചുറ്റുപാടും ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും. അങ്ങനത്തെ കുറേ സ്പൊറാഞ്ചിയോഫോറുകൾ അതിൻ്റെ സി എന്ന് പറയുന്ന ഡയഗ്രാം നോക്കി, ഒരു കോമൺ ആക്സിസ് അതിൻ്റെ നടുക്ക്, ഇങ്ങനത്തെ ഈ സ്പൊറാഞ്ചിയോഫോർ ചുറ്റുപാടും ഇങ്ങനെ കുത്തി വെച്ച് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്ട്രോബൈലസ് ഉണ്ടായിരിക്കുന്നത്. ഇനി ബി എന്ന് പറയുന്ന ഡയഗ്രാം ഫോട്ടോഗ്രാഫ് സ്ട്രോബൈലസിൻ്റെ ക്രോസ് സെക്ഷനാണ്. ആ ഒരു ക്രോസ് സെക്ഷൻ നോക്കി അതിൻ്റെ ചുറ്റുപാട്, അതാണ് പറഞ്ഞത് വേൾ ഓഫ്
സ്പൊറാഞ്ചിയ വേൾ ഓഫ് സ്പൊറാഞ്ചിയോ ഫോർ അറേഞ്ച്ഡ് ഓൺ എ കോമൺ ആക്സിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്പൊറാഞ്ചിയോ ഫോർ ഇങ്ങനെ ആണി പോലത്തെ സാധനം ഇങ്ങനെ കുത്തി വെച്ചു. ആണിയുടെ ആ റിമ്മിൽ ധാരാളം സ്പൊറാഞ്ചിയ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇരിക്കുന്നു. അപ്പോൾ ആ ക്രോസ് സെക്ഷൻ നോക്കിയാൽ അതിൻ്റെ ഒരു പോർഷൻ ബി എന്ന് പറയുന്ന പടത്തിൽ ചുമന്ന കളറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതൊരു സ്പൊറാഞ്ചിയോ ഫോറും അതിലിങ്ങനെ സ്പൊറാഞ്ചിയ ഹാങ് ചെയ്തിരിക്കുന്ന അതേപോലത്തെ സാധനങ്ങൾ ഇങ്ങനെ ചുറ്റുപാടും കുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ വീണ്ടും അതേപോലെ അങ്ങനെ ഒരു കോമ്പാക്ട് സ്ട്രക്ചറായിട്ടിത് ഇരിക്കും. അങ്ങനെയാണ് ഇക്വിസിറ്റത്തിൻ്റെ സ്ട്രോബൈലസ് കാണുന്നത്. ഇനി സി ഡയഗ്രത്തിലും കാണാം. ഒന്ന് നോക്കിയാൽ ഒരു സ്പൊറാഞ്ചിയോ ഫോറും ആക്സിസ് എന്നൊരു സ്പൊറാഞ്ചിയോ ഫോർ റൈസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ രണ്ട് സൈഡിലും സ്പൊറാഞ്ചിയ കണ്ടോ, ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ സ്പൊറാഞ്ചിയ. അങ്ങനെ എല്ലാ സൈഡിലും സ്പൊറാഞ്ചിയ ഉണ്ട്. ഇതെല്ലാം സൈഡിൽ രണ്ടെണ്ണം മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ദ സ്പൊറാഞ്ചിയോ ഈച്ച് സ്പൊറാഞ്ചിയോ ഫോർ ഈസ് എ സ്റ്റോക്ഡ് structure bearing a hexagonal peltate disc at its distal end. On the under surface of the sporangiophore disc, 5 to 10 sporangia are seen. Sporangia are elongate, cylindrical, hanging and are borne near the periphery in a ring. The flattened tip of the sporangiophore fit closely together, provide protection to the developing sporangia. The axis bears a ring-like outgrowth called annulus immediately below the whorls of sporangiophore. സ്പൊറാഞ്ചിയോഫോർ എല്ലാം കണ്ടിട്ടുണ്ട്. ഇതിൽ കാണാം, ഈ വലതുവശത്തുള്ള പടത്തിൻ്റെ ഏറ്റവും താഴെ കാണാം അന്നുലസ് ഇങ്ങനെ ഇരിക്കുന്നത്. സ്ട്രോബൈലസെ കണ്ടോ? സ്പൊറാഞ്ചിയോഫോറിൻ്റെ ആ ഷേപ്പ് കണ്ടില്ലേ? അങ്ങനെ തിക്കായിട്ട് കുത്തി വെച്ചിരിക്കുക. ഇനി സ്ട്രക്ചർ ഓഫ് മെച്യൂർ സ്പൊറാഞ്ചിയം, elongated sac-like structure attached to the inner side of the peltate disc of the sporangiophore, surrounded by a jacket layer composed of 2 layers of cells. അപ്പോൾ ഈച്ച് സ്പൊറാഞ്ചിയം ഒരു സ്പൊറാഞ്ചിയത്തിൻ്റെ മാത്രം സ്ട്രക്ചർ പറയാം. ഇറ്റ് ഈസ് ആൻ ഇലോങ്ങേറ്റഡ് സിലിണ്ടറിക്കൽ സ്ട്രക്ചർ കവേർഡ് വിത്ത് എ 2-layered jacket layer. The inner layer is generally compressed. Cells of the outer layer have helical thickening involved in sporangial dehiscence. സ്പൊറാഞ്ചിയ പൊട്ടാനായിട്ട് സഹായിക്കുന്ന ഔട്ടർ സർഫസിലുള്ള ഹെലിക്കൽ തിക്കനിങ്ങും കൊണ്ടാണ്. ഇനി ഡെഹിസൻസ് ഓഫ് സ്പൊറാഞ്ചിയ, ഈ സ്പോറ് ഇതിനകത്തിൽ മെച്യൂറായി കഴിഞ്ഞാൽ, അപ്പോൾ ആലോചിച്ച് നോക്കി, സ്ട്രോബൈലസിനൊരു കോമൺ ആക്സിസ് ഓൺ വിച്ച് ദ സ്പൊറാഞ്ചിയോഫോഴ്സ് പെൽറ്റേറ്റ് സ്പൊറാഞ്ചിയോഫോഴ്സ് വിത്ത് 8 to 10 sporangia are compactly arranged on the കോൺ ആക്സിസ് ആൻഡ് ഇറ്റ് ഫോം എ സ്ട്രോബൈലസ്. അങ്ങനെയാണ് സ്ട്രോബൈലസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ സ്പൊറാഞ്ചിയക്കകത്തിലും എന്തുകൊണ്ട്? ഡിപ്ലോയിഡ് സ്പോർ മദർ സെല്ലുണ്ട് ഇല്ലേ? ഡിപ്ലോയിഡ് സ്പോർ മദർ സെൽ. ഇറ്റ് അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം ന്യൂമറസ് ഹാപ്ലോയിഡ് സ്പോർ. അങ്ങനെ ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടായി സ്പൊറാഞ്ചിയത്തിനകത്തിലിരിക്കുന്നു. ഇനി ഇതിൻ്റെ സ്പോറിനും പ്രത്യേകതയുണ്ട്. അത് അടുത്ത സ്ലൈഡിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് ഈ സ്പോർ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് നോക്കാം. മറ്റുള്ളതിൽ നിന്ന് ഇതിനും വ്യത്യാസമുണ്ട്. ഫസ്റ്റ് വൺ, ഇലോങ്ങേഷൻ ഓഫ് സ്ട്രോബൈലാർ ആക്സിസ്. Sporangiophores become separated and exposed. Sporangium split open by a longitudinal line due to the differential hygroscopic response of the wall cells. അപ്പോൾ ഒന്ന് നോക്കിയേ, ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സിൽ ആദ്യത്തെ പടം നോക്കിയേ, സ്ട്രോബൈലസ് മറ്റേ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടതുപോലത്തെ സ്ട്രോബൈലസ് ആണെന്ന്, അത് ഇൻടാക്റ്റ് ആയിരുന്നു ഇല്ലേ? അപ്പോൾ പ്രയർ ടു ദ ഡെഹിസൻസ് ഓഫ് ദ സ്പൊറാഞ്ചിയം ദർ ഒക്കേഴ്സ് ദ ഇലോങ്ങേഷൻ ഓഫ് സ്ട്രോബൈലസ് ആക്സിസ്. ഇപ്പോൾ സ്പൊറാഞ്ചിയം ഡിഹൈസ് ചെയ്ത് സ്പോർ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കോമ്പാക്റ്റ് ചെയ്ത് തിക്കി വെച്ചേക്കുമല്ലേ? അപ്പോൾ അത് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് സ്ട്രോബൈലസ് ആക്സിസ് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കി അറിയാം, കോമ്പാക്ട് സ്ട്രക്ചർ മാറിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? സ്പൊറാഞ്ചിയോഫോർ ഇങ്ങനെ അകന്നകന്നിരിക്കുന്നേ കണ്ടില്ലേ? അതാണ് അപ്പോൾ ഓരോ സ്പൊറാഞ്ചിയോഫോറും ഇങ്ങനെ വിട്ടിരിക്കും. അങ്ങനെ സ്പൊറാഞ്ചിയ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. ആ സെക്കൻഡ് ഡയഗ്രത്തിലാണ്ട് സ്പൊറാഞ്ചിയോഫോർ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ വെള്ള കളറിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നത് സ്പൊറാഞ്ചിയ. ഇത്രയും മനസ്സിലായല്ലോ?
സെപ്പറേറ്റഡ് ആൻഡ് എക്സ്പോസ്. ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ, പെരിസ്റ്റോമിയൽ ടീത്തിൻ്റെ ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ. അതുപോലെ ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ ഔട്ടർ വോൾ ഹെലിക്കൽ തിക്കനിങ് ഉള്ളതാണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഓൾസോ ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചർ. ഡ്യൂ ടു ഇറ്റ്സ് ഹൈഗ്രോസ്കോപ്പിക് ആക്ടിവിറ്റി ദ സ്പൊറാഞ്ചിയം ഡെഹിസസ് ആൻഡ് ദ സ്പോസ് സെറ്റ് ഫ്രീ. ഇനി സ്പോസിൻ്റെ പ്രത്യേകത നോക്കിയേ. സ്പോസ് ആർ ഹോമോസ്പോറസ്. ദേ ആർ ഓഫ് ദ സെയിം സൈസ് ആൻഡ് ഷേപ്പ്. ഒരേ സൈസും ഷേപ്പും ഉള്ള സ്പോറുകളാണ്. ദേ ആർ സ്പെറിക്കൽ ഇൻ അപ്പിയറൻസ്, ഗ്രീൻ ആൻഡ് യൂണിന്യൂക്ലിയേറ്റ്. ദ സ്പോർ വോൾ ഷോസ് 4 layers. ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിലൊക്കെ 2 layered ആയിരുന്നു, ഔട്ടർ എക്സൈൻ, ഇന്നർ ഇൻഡൈനും. ബട്ട് ഹിയർ ഇറ്റ് ഈസ് 4 layered. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ എപ്പിസ്പോർ. It is otherwise called perispore. Then the middle layer is the cuticular layer. Then the thick exine, or it is otherwise called exospore, and the innermost delicate indine or endospore. ഇക്വിസിറ്റത്തിൻ്റെ സ്ട്രോബൈലസും അതേപോലെ സ്പോറും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എക്സാമിനേഷന്. ഇത്രയും പ്രത്യേകതകൾ ഇതിന് ഉള്ളതുകൊണ്ട് ഭംഗിയായിട്ട് പഠിച്ചോളുക. ഇനി നോക്കിക്കാട്ടെ, ഈ സ്പോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അറ്റ് മെച്യൂരിറ്റി ദ എപ്പിസ്പോർ, ദാറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ, splits in to produce 4 ribbon-like bands or strips with flat spoon-like tips called elaters. അടുത്ത സ്ലൈഡിലൊക്കെ സ്പോറിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ ഈ സ്പോർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്പെറിക്കൽ, യൂണിന്യൂക്ലിയേറ്റ്, ഗ്രീൻ ഇൻ കളർ. ഇറ്റ് ഈസ് 4 layered wall. The outer wall is epispore, middle cuticular, thick exine and innermost thin indine. ഇതിൽ ഈ എപ്പിസ്പോറാണ് എന്തായിട്ട് മാറുന്നത്? ഇലാറ്റേഴ്സായിട്ട് മാറും. അതെങ്ങനെയാണ് മാറുന്നത്? ആ ഔട്ടർ വോളായ എപ്പിസ്പോറ് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് 4 റിബൺ-ലൈക്ക് ബാൻഡ് അല്ലെ സ്ട്രിപ്പായിട്ട്, റിബൺ പോലത്തെ സ്ട്രക്ചറായിട്ട് മാറുന്നു. അതിൻ്റെ പ്രത്യേകത ഓരോ റിബൺ-ലൈക്ക് സ്ട്രക്ചറിൻ്റെ അറ്റം ഒരു സ്പൂൺ പോലൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഈ പടത്തിനകത്ത് ശരിക്കും കാണാം ഇല്ലേ? ഇനി ഈ ഇലാറ്റർ എപ്പിസ്പോറാണ്. ആ വോള് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഉണ്ടായ സ്ട്രക്ചറാണ്. പക്ഷേ ഇറ്റ് ഈസ് ഹെൽഡ് ടു ദ സ്പോർ അറ്റ് എ കോമൺ പോയിൻറ്റ്. 4 കൂടെ ഒരൊറ്റ പോയിൻറ്റിൽ അപ്പോൾ ഒരു സ്പോർ വോളിൻ്റെ ഒരു പോയിൻ്റ് ഒഴിച്ച് ബാക്കി ഭാഗം എല്ലാം കൂടെ 4ആയിട്ട് തിരിഞ്ഞൊരു സ്ട്രക്ചറായിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? എന്നിട്ട് ഈ റിബൺ-ലൈക്ക് സ്ട്രക്ചർ സ്പോറിനെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് വെച്ചിരിക്കുക. അവിടെ താഴത്തെ പടം നോക്കിയാൽ അറിയാം, അത് പെരിസ്പോർ അല്ലെ ഇലാറ്ററാണ്. അതിനെ ചുറ്റി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ സ്പൊറാഞ്ചിയ ഡിഹൈസ് ചെയ്യാനായിട്ട് ഈ ഇലാറ്റർ സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ദീസ് ബാൻഡ്സ് ആർ ഫ്രീ ഫ്രം ദ സ്പോർ വാൾ എക്സെപ്റ്റ് ഫോർ എ കോമൺ പോയിൻ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. ആ കോമൺ പോയിൻ്റ് വെച്ച് ബാക്കിയുള്ള ഭാഗമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഇറ്റ് സറൗണ്ട്സ് ദ സ്പോർ. ഇത്രയും മനസ്സിലായേ? ഇനി നോക്കിയേ, ഈ ഇലാറ്റർ അതാണ്ട് ഫസ്റ്റ് ഡയഗ്രം നോക്കി, ഒരു സ്പോറും അതിൻ്റെ 4 ഇലാറ്ററും അതിൻ്റെ ടിപ്പ് കണ്ടില്ലേ, സ്പൂൺ പോലൊക്കെ ഇരിക്കുന്നത്. പിന്നെ മറ്റ് ആ ഫോട്ടോയിലും ഡയഗ്രത്തിലും ഒക്കെ കണ്ടില്ലേ ഇലാറ്റർ ഇങ്ങനെ ചുറ്റി, സ്പോറിനെ ചുറ്റിയിരിക്കുന്നത്. നോക്കിക്കാട്ട് ഇലാറ്ററിൻ്റെ ഫങ്ഷൻ എന്തോന്നാന്ന്? റിമെയിൻ ടൈറ്റ്ലി കോയിൽഡ് അറൗണ്ട് ദ സ്പോർ വോൾ അണ്ടിൽ ദ സ്പൊറാഞ്ചിയം ഈസ് ഫുള്ളി മെച്യൂർഡ്. Hygroscopic in nature helps in dehiscence of sporangium by expanding and contracting. അപ്പോൾ ഈ മെച്യൂറായി കഴിയുമ്പോൾ ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് ഹൈഗ്രോസ്കോപ്പിക് ആക്ടിവിറ്റി ഓഫ് ദ ഇലാറ്റേഴ്സ്, അതിങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് എക്സേർട്ട് എ പ്രഷർ ഓൺ ദ സ്പൊറാഞ്ചിയം സോ ദാറ്റ് ദ സ്പൊറാഞ്ചിയം സ്പ്ലിറ്റ്സ് ഓപ്പൺ ആൻഡ് ദ സ്പോർസ് സെറ്റ് ഫ്രീ. The spores remain moist at early stage of development. എങ്ങനെ? ഡ്യൂ ടു ദ ഇലാറ്റർ ഇങ്ങനെ ചുറ്റി വരഞ്ഞിരിക്കുന്നുണ്ട് മോയ്സ്ചർ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇലാറ്റേഴ്സ് ആർ സ്പൈറലി കോയിൽഡ് അറൗണ്ട് ദ സ്പോർസ്. The spores dry out at maturity and consequently the elaters become uncoiled. These uncoiled elaters become entangled with the elaters of other spores. അതായത് ഇപ്പം ഡ്രൈ ഔട്ടായി കഴിയുമ്പോൾ മോയ്സ്ചർ ലോസ് ചെയ്യുമ്പോൾ ഈ അൺകോയിൽ ചെയ്യും. പിന്നെ അൺകോയിൽ ചെയ്തിങ്ങനെ ഇരിക്കുന്ന ഇതിൻ്റെ ചില ഓരോ സ്പോറിൻ്റെയും 2 or 3 അല്ലെങ്കിൽ ഇലാറ്റേഴ്സ് മറ്റ് സ്പോറിൻ്റെ ഇലാറ്റേഴ്സുമായിട്ട് ഇങ്ങനെ
കൂടി കലർന്ന് ഇങ്ങനെ ഒരു ക്ലങ്ഡ് മാസമായിട്ട് ഇങ്ങനെ ഇരിക്കും ഇതിനുള്ളിൽ. ഇത്രയും മനസ്സിലായല്ലോ. എക്വസിറ്റിൻ്റെ ഒരു സ്പോറിൻ്റെ സ്ട്രക്ചർ. പെരിസ്പോർ എന്തൊക്കെയാണ്? പെരിസ്പോർ, ക്യൂട്ടിക്കുലാർ ലെയർ, എക്സൈൻ, ഇൻറ്റൈൻ. പെരിസ്പോറിന് എന്താ സംഭവിക്കുന്നത്? അറ്റ് മെച്യൂരിറ്റി the perispore, that is the epispore, split into 4 ribbon-like bands or strips with a flat spoon-like tips. It is called elaters, and these elaters are coiled around the spore. Next one, gametophyte germination. അതായത് സ്പോറ് gametophyte ആയിട്ട് the haploid spore germinate to form gametophyte. The germination takes place immediately if the spores land on a suitable substratum. The spores swell up by absorbing water and shed their exine. The first division of the spore results in 2 unequal cells, the small cell and a large cell. The small cell elongates to form the first rhizoid, and the larger cell divides irregularly to produce the പ്രോത്താലസ്. നോക്കിയ പ്രോത്താലസിൻ്റെ ഷേപ്പൊക്കെ. ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് പ്രോത്താലസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രിവെയിലിംഗ് കണ്ടീഷൻ. ഏത് കണ്ടീഷനിലാണോ അത് വീഴുന്നതിന് നല്ല ഒരു കണ്ടീഷനാണ് കിട്ടുന്നതെങ്കിൽ അത് വളരെ ബ്രാഞ്ച്ഡായിട്ട് എക്സ്റ്റെൻസീവായിട്ട് വളരും. ഇനി അല്ല അത്രയും ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ അതൊരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറായിട്ട് ഫിലമെൻ്റ് സ്ട്രക്ചറായിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പം നോക്കിക്കേ, ഇത് 2 ഗ്യാമറ്റോഫൈറ്റാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒന്ന് നല്ല കണ്ടീഷനിലും ഒന്ന് അല്പം അഡ്വേഴ്സ് കണ്ടീഷനിലുണ്ടായ ഗ്യാമറ്റോഫൈറ്റ്. അതാ പറഞ്ഞത്, ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ പ്രോത്താലസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രിവെയിലിംഗ് കണ്ടീഷൻസ്. Thin filamentous type or a relatively thick and cushion-shaped dorsiventral prothallus may be formed. The cells in the upper part are chlorophyllous and in the lower portion are colorless. അപ്പോൾ പ്രോത്താലസിൻ്റെ അപ്പർ പോർഷനിലുള്ളത് ക്ലോറോഫില്ലസ് സെല്ലുകളാണ്, ലോവർ പോർഷനിൽ കളർലെസ് ആണ്. And the unicellular rhizoids are formed from the basal cell of the cushion. Prothallus bears archegonia and antheridia. അപ്പോൾ ആന്ത്രിഡിയ നോക്കിക്കാട്ടെ, ടിപ്പില two types of antheridia are generally seen. They are projecting type and embedded type. Anyway, these antheridia appear at the epical portion of the gametophyte. ഗാമറ്റോഫൈറ്റിൻ്റെ എപ്പിക്കൽ പോർഷനിലാണ് സാധാരണയായിട്ട് ആന്ത്രിഡിയ കാണപ്പെടുന്നത്. പ്രൊജക്റ്റിംഗ് ടൈപ്പും ഉണ്ട്, എംബഡഡ് ടൈപ്പും ഉണ്ട്. അതുപോലെ ആർക്കിഗോണിയ ആണെങ്കിൽ പ്രോത്താലസിൻ്റെ ബേസൽ പോർഷനിലാണ് കാണുന്നത്. ഈച്ച് ആന്ത്രിഡിയം ഹാസ് എ സിംഗിൾ ലെയർഡ് ജാക്കറ്റ്. അതിൻ്റെ ഇപ്പുറത്തുണ്ട് റൗണ്ടഡ് ഷേപ്പിൽ കാണാം. ഇറ്റ് എൻക്ലോസസ് ന്യൂമറസ് antheridial androcyte or antheridial mother cell. Each androcyte metamorphoses into spirally coiled multiflagellate antherozoid. ഇതിൻ്റെ ആന്ത്രോസോയിഡിന് പ്രത്യേകത ഉണ്ട്, നോക്കിക്കാട്ടെ. ഇറ്റ്സ് ആൻറ്റീരിയർ പാർട്ട് ഈസ് സ്പൈറലി കോയിൽഡ് ആൻഡ് മൾട്ടിഫ്ലാജല്ലേറ്റ്. അപ്പോൾ മറ്റു കേസിലൊക്കെ നമ്മൾ പഠിച്ച ഒന്നുകിൽ സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും, ഇല്ലേ, സ്പൈറലി കോയിൽഡ് ആയിരിക്കും അതിൻ്റെ ബേസൽ പോർഷൻ വല്ലതും വിത്ത് 2 flagella. പക്ഷേ ഹിയർ ഇത് ഓർത്തോണം, the antherozoid of equisitum is spirally coiled. That its anterior part is spirally coiled with multiflagella and the posterior part നോക്കിയേ ഇങ്ങനെ നാരോ ആയിട്ട് വരുന്നു. അപ്പോൾ ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ അല്ല, ഒരു പർട്ടിക്കുലർ ഒരു പെക്യൂലിയർ സ്ട്രക്ചറാണ് ഇതിൻ്റെ ആന്ത്രോസോയിഡ് എന്ന് പറയാം. ഇനി ആർക്കിഗോണിയം കൺഫൈൻഡ് അറ്റ് ദ ബേസൽ പോർഷൻ ഓഫ് ദ പ്രോത്താലസ്. ഈ ആർക്കിഗോണിയം നമ്മൾ പണ്ട് പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ഹാവിങ് എ പ്രൊജക്റ്റിംഗ് നെക്ക് ആൻഡ് എ basal swollen portion, and this basal swollen portion is the venter. It encloses ventral canal cell and neck cell. Ventral canal cell and neck cell. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, 2 neck canal cells are present. They are unequal in size. അത് നമ്മൾ ഇത്രയും എങ്ങും കാണാത്തൊരു പ്രത്യേകതയാണ്. പ്രസൻസ് ഓഫ് 2 neck canal cells and they are unequal. Then fertilization, നമുക്കറിയാം ഇത് water is essential for fertilization. Prior to fertilization, neck canal cells and ventral canal cell disintegrate and there develops a mucilaginous passage. Many antherozoids enters through this archegonial neck, but only one antherozoid fuses with the egg
to form a diploid zygote. Here the diploid zygote is again the first stage of sporophytic generation. Mother cell of next sporophytic generation is the diploid zygote. It undergoes first division, transfers upper epibasal cell and lower hypobasal cell. Epibasal cell and hypobasal cell divide further and a four-celled quadrant stage is attained. And this four-celled embryo further undergoes subsequent division and form a conspicuous shoot apex, definition and root. Root grows directly downwards and penetrate the gametophytic tissue to reach the soil or substrate. മറ്റത് ഏരിയൽ ഷൂട്ടും റൈസോമും ഏരിയൽ ഷൂട്ടും ഒക്കെ ആയിട്ട് മാറും. മനസ്സിലായല്ലോ? ഇതേണ്ട ഒരു പ്രോത്താലസ് സ്പോറോഫൈറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഡിപ്ലോയിഡ് സൈഗോട്ടിന് സെൽ ഡിഫറൻസിയേഷനും സെൽ ഡിവിഷനും സെല്ലുലാർ ഡിഫറൻസിയേഷനും നടന്നിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. എംബ്രിയോയിൽ നിന്ന് റൂട്ടും ഷൂട്ട് സിസ്റ്റവും വരുന്നു. റൂട്ട് പിയേഴ്സ് ത്രൂ ദ ഗാമറ്റോഫൈറ്റ് ആൻഡ് ഫിക്സസ് ദ സ്പോറോഫൈറ്റ് ഇൻ ദ സോയിൽ. Then life cycle, the Equisetum plant, which is diploid in nature, it produces strobilus. It is also diploid in nature. The strobilus is composed of the sporangiophores with sporangia. Sporangiaile sporocyte or spore mother cell undergoes meiotic division. It produces numerous haploid spores, and this haploid spore germinate into gametophyte. The gametophyte produces archegonia and Antheridia. Archegonia is having egg and Antheridia is having androzoid or sperm. On fusion or fertilization takes place and a diploid zygote is formed inside the gametophyte. അതായത് ആർക്കിഗോണിയത്തിനുള്ളിലാണല്ലോ. Then this diploid zygote undergoes normal mitotic division. Meiosis ആണെങ്കിലേ ഹാപ്ലോയിഡ് ആകത്തുള്ളൂ. Normal mitotic division and it develops into a young sporophyte, and this young sporophyte finally develops into a new diploid sporophytic plant. Okay, അപ്പോൾ ഇക്വിസിറ്റം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി കിടക്കുന്നത് ടെറിസും മാറ്റ്സിലിയയും കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇടും. എന്തായാലും ഞായറാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ 4th സെമ്മിൻ്റെ പോർഷൻസ് തീരും. പിന്നെ തിങ്കളാഴ്ച മുതൽ 5th സെം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഭംഗിയായിട്ട് പഠിക്കണം. ഇതിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്പെസിഫൈ ചെയ്തും സ്ട്രെസ് ചെയ്തും പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മാത്രമായിട്ട് പഠിക്കരുത്. അത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പോൾ ടോട്ടലി ഇക്വിസിറ്റത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. സ്കോറിങ് റഷസ്, ഹോസ്റ്റെയിൽ എന്ന പേരുണ്ട്. പിന്നെ സിലിക്ക ഡിപ്പോസിഷൻ കാണപ്പെടുന്ന കാര്യം, സ്റ്റെമ്മിൻ്റെ ഏരിയൽ ഷൂട്ടിൻ്റെ സ്റ്റെമ്മെന്ന് പറയുന്നത് റൈസോം കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഏരിയൽ ഷൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻ്റർനോഡൽ പോർഷനിലെയും നോഡൽ പോർഷനിലെയും അനാറ്റമി, ഇൻ്റർനലിലെ പ്രത്യേകതകൾ ഓർക്കുന്നുണ്ടല്ലോ. ആൻഡ് ദിസ് ഇക്വിസിറ്റം ഷോസ് ബോത്ത് സീറോഫിറ്റിക് ആൻഡ് ഹൈഡ്രോഫിറ്റിക് ക്യാരക്ടേഴ്സ്. അതുകൊണ്ടാണ് നമ്മളിത് വെള്ളത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതിലും ലക്ഷൂറൻ്റായിട്ട് വളരും. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടെന്നുള്ളൂ, അവിടെയും വളരുന്നേ കാണാം. അവിടെ അത് സീറോഫിറ്റിക് ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് അവിടെ അത് പിടിച്ചു നിൽക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അതിലെ വാലിക്കുലാർ കനാല്, കരീരൽ കനാല്, അത് ഓർത്തിരിക്കണം. വാലിക്കുലാർ കനാൽ എവിടെയാണ് കാണുന്നത്? ഇൻ ദ ഫറോ റീജിയൻ, ഇൻ ദ കോർട്ടിക്കൽ റീജിയൻ. അതുപോലെ കരീനൽ കനാൽ കാണുന്ന ഇവിടെ റിഡ്ജിന് ഓപ്പോസിറ്റായിട്ട് വാസ്കുലാർ എലിമെൻസിലാണ് കാണുന്നത്. ഡ്യൂ ടു ദ ഡിസൻറ്റിഗ്രേഷൻ ഓഫ് പ്രോട്ടോസൈലം അങ്ങനെ ഉണ്ടായതാണ് കരീനൽ കനാൽ. ഇത് വാലിക്കുലാർ കനാലും കരീനൽ കനാലും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ സ്ട്രോബൈലസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. ആണി പോലത്തെ സ്പൊറാഞ്ചിയോഫോർ വിത്ത് സ്പൊറാഞ്ചിയ ഇല്ലേ. പിന്നെ സ്പോറിൻ്റെ പ്രത്യേകത. ഓക്കെ.